നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ് കോൺസെപ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയങ്ങളിൽ ഒന്നാണ് ഈ നോ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ നെഗറ്റീവ് വരിക. യൂണിവേഴ്സൽ നെഗറ്റീവ് വരിക എന്നുള്ളതിൽ നെഗറ്റീവ് എന്നുള്ളതിന് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നോ എങ്ങനെയാണ് യൂണിവേഴ്സൽ വരിക എന്നുള്ളത്. ഇപ്പോൾ ഓൾ യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ പോപ്പുലേഷനും, ആ പോപ്പുലേഷനിൽ എല്ലാവരെയും റെഫർ ചെയ്യുന്നത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൾ യൂണിവേഴ്സലാണ് എന്നുള്ളതിൽ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷെ സംശയമുള്ളത് നോ എങ്ങനെയാണ് യൂണിവേഴ്സൽ ആവുക എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കുക, നോ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഒരു പെന്ന് പോലും പ്ലാസ്റ്റിക് അല്ല എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പെന്ന് പോലും പ്ലാസ്റ്റിക് അല്ല, അതായത് 100% പെന്നും പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് പോലും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുട്ടിയല്ല ഉദ്ദേശിക്കുന്നത്, 100% കുട്ടികളും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുട്ടി പോലും ജയിച്ചിട്ടില്ല എന്നുള്ളത് 100% കുട്ടി പോലും ജയിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ, ഒരു പെണ്ണ് പോലും പ്ലാസ്റ്റിക് അല്ല എന്ന് 100% പെണ്ണും പ്ലാസ്റ്റിക് അല്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു ആസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് നോയെ നമ്മൾ യൂണിവേഴ്സലായിട്ട് കൺസിഡർ ചെയ്യുന്നത്.